ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും ലെസ്ലി ജോൺ കൂടി ചേരുന്നുണ്ട്. ലെസ്ലി, ഈ ഹൈവേ അതോറിറ്റിയുടെ അശാസ്ത്രീയ നിർമ്മാണം അത് തന്നെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടാകാൻ കാരണം. നിരന്തരമായി അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരടക്കം പരാതി നൽകിയിട്ടും നടപടികളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ തീർച്ചയായും വൈകിട്ട് 3:30-4 മണിയോടുകൂടിയാണ് ഇത്തരമൊരു നാടിനെ നെടുക്കിയ ഒരു അപകടമുണ്ടാകുന്നത്. 4 പേരാണ് ഇതിൽ മരണപ്പെട്ടിരിക്കുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളായ ആയിഷ, ഇർഫാന, റീത്ത, നീത്ത എന്നീ 4 കുട്ടികളാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഒരു വാഹനം മറ്റൊരു വാഹനത്തിലിടിക്കുകയും അത് നിയന്ത്രണം വിട്ട് സ്കൂൾ ബസ്സിലേക്ക് ഇടിച്ച് മറിയുകയുമാണ് ഉണ്ടായത് എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ. ഇതിൽ റീത്തയും നീത്തയും സഹോദരിമാരാണോ എന്ന സംശയവും ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും 2 ഇടങ്ങളിൽ മണ്ണാർക്കാട് ആശുപത്രിയിൽ 3 പേരും ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു പെൺകുട്ടിയുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മണ്ണാർക്കാടുള്ള ആശുപത്രിയിൽ തന്നെയാണ് നിലവിൽ ഈ ലോറിയുടെ ഡ്രൈവറും ഒപ്പം തന്നെ ക്ലീനറും ചികിത്സയിലുള്ളത്. എന്തായാലും ദാരുണമായ സംഭവം വലിയ തോതിൽ ചർച്ചയ്ക്ക് വഴിവെക്കാവുന്ന ഒരു സാഹചര്യവും നിലവിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അശാസ്ത്രീയമായ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന എന്തായാലും തുടരുക. ഇപ്പോൾ നിലവിൽ സംഭവ സ്ഥലത്ത് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. നാട്ടുകാരടക്കം അവിടെ കൂടിയിട്ടുണ്ട്. വലിയ രീതിയിൽ പ്രതിഷേധമുണ്ട്. പക്ഷേ ഈ റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അശാസ്ത്രീയമായ നിർമ്മാണം ചൂണ്ടിക്കാട്ടിയാണ് അവർ പ്രതിഷേധിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ ആ ദൃശ്യങ്ങളിലേക്ക്. അപ്പൊ അതിന് നല്ല എന്തിനാ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇപ്പൊ കളക്ടേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ ഉള്ള കാരണം ഇത് ഇവിടുന്ന് തീരുമാനമാക്കിയിട്ട് പോയാൽ മതി. ഇപ്പൊ ഇവരിന് ഇവിടെ വിട്ട് കഴിഞ്ഞാൽ അടുത്ത 2 ആൾക്കാർ മരിക്കണം. എന്തിനും ഇവർ ഇവിടെ വരാൻ? ഇവർ മരിച്ചാൽ ആൾക്കാർ വരുള്ളൂ, അല്ലാണ്ട് ഇവർ വരില്ല. ഇതിപ്പോ ഇവിടുന്ന് 4 വണ്ടി ബ്ലോക്ക് ആക്കിയാൽ എല്ലാവരും അറിയണം. അറിഞ്ഞിട്ട് ഇത് ചെയ്ത് തീരുമാനമാക്കിയിട്ട് കളക്ടർ നിങ്ങളുടെ മുമ്പ് വെച്ച് ഇത്രയും ന്യൂസ് ചാനലിന് മുമ്പ് വെച്ച് പറയാം ഇവിടെ എന്ത് ചെയ്യും ഏത് ചെയ്യും ഞങ്ങൾ എത്രയും നാട്ടുകാരുടെ മുമ്പ് വെച്ച് അറിയിക്കാം. അറിയിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. ജില്ലയിലെ കളക്ടറാണ് ഇതാ SP ഉണ്ട്. അയാൾ ഇവിടുന്ന് തീരുമാനിച്ചിട്ട് ഇവിടുന്ന് പോയാൽ മതി. ഞങ്ങൾ എന്തൊക്കെ കളക്ടറും മറ്റേ MLA എല്ലാവരും കൂടി ഓഫീസിൽ പോയിരുന്നിട്ടുണ്ട്. ഇത് തീരുമാനമാക്കാൻ അവർ പോയിരുന്നുണ്ട്. അവർ തീരുമാനമാക്കിയിട്ട് ഇവിടെ വന്നിട്ട് 4 ഓർഡർ ഓടും. എന്നിട്ട് അവരുടെ പാട്ടിന് പോകും. എന്നിട്ട് അടുത്താൾ മരിക്കണം ഇവർ വരികയാണെങ്കിൽ ഇവിടെ. വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. ലെസ്ലി ജോൺ കൂടി സംഭവ സ്ഥലത്ത് നിന്നും ചേരുന്നുണ്ട്. ലെസ്ലി, ആ ദൃശ്യങ്ങളിൽ നിന്നും തന്നെ നമുക്ക് കാണാം നിലവിൽ അവിടെ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ് ഈ പ്രതിഷേധക്കാർ പറയുന്നത്? സ്വാഭാവികമായും അപകട മേഖല ആയി മാറിയ ഒരു പ്രദേശത്ത് വീണ്ടും അപകടമുണ്ടാവുകയും 4 പെൺകുട്ടികളുടെ ജീവൻ ദാരുണമായി ഇല്ലാതാവുകയും ചെയ്ത സംഭവം, അതിലെ സ്വാഭാവികമായ നാട്ടുകാരുടെ പ്രതിഷേധമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏറ്റവും പ്രധാനമായ നാട്ടുകാരുടെ ആവശ്യം കളക്ടറും SP അടക്കമുള്ളവർ ഇവിടേക്ക് എത്തി ആവശ്യമായ നടപടികൾ എടുക്കണം. കാരണം മുമ്പും ഇത്തരത്തിൽ അപകടം ഈ പ്രദേശത്തുണ്ടാകുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ അധികൃതർ ഇതു സംബന്ധിച്ച പല വാഗ്ദാനങ്ങളും നൽകുകയുണ്ടായി. എന്നാൽ ഈ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാതെ ജീവൻ പൊലിയുന്ന ഒരവസ്ഥ ഈ പ്രദേശത്തുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ ഈ 4 കുട്ടികളുടെ അപകടത്തിൽ ഉള്ള രോഷമായി ഇപ്പോൾ റോഡിൽ പ്രതിഷേധവുമായി ജനങ്ങൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. റോഡിലുള്ള വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് വലിയ ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അശാസ്ത്രീയമായ രീതിയിൽ വഴുക്കൽ സ്വഭാവമുള്ള റോഡ് നിർമ്മാണമാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും ഉള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കളക്ടർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ആവശ്യമായ നടപടികൾ എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ളതിൻ്റെ വാഗ്ദാനം മാത്രം പോരാ, അത് നടപ്പിലാക്കുന്നതിന് വേണ്ട എന്ത് നടപടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് ലഭിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ ഉന്നയിക്കുന്നത്. എന്തായാലും
സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 3 കുട്ടികൾ മരിക്കുകയും ഒരാൾ ആശുപത്രിയിലുമാണ് മരിച്ചിരിക്കുന്നത്. ഈ ലോറിയുടെ ഡ്രൈവറും ആ ലോറിയുടെ ക്ലീനറും ഇപ്പോൾ മണ്ണാർക്കാടുള്ള ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഏത് തരത്തിലാണ് റോഡിൽ അപകടം സംഭവിച്ചത് എന്നുള്ളത് ഇനി പോലീസ് ഇവരിൽ നിന്നും മൊഴി ശേഖരിച്ച ശേഷമായിരിക്കും കൃത്യമായി അറിയുക. എന്തായാലും നിലവിൽ നാട്ടുകാരുടെ ദൃക്സാക്ഷികളുടെ അനുഭവത്തിൽ നിന്നും അവരുടെ വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത് തെന്നിമാറിയ ലോറി ഇതിൽ ഇടിക്കുകയും തൊട്ടടുത്തുള്ള ഒരു കുഴിയിലേക്ക് പതിക്കുകയുമാണ് ഉണ്ടായത് എന്നാണ്. എന്തായാലും കുട്ടികൾ ഇടയിലേക്കാണ് ലോറി പാഞ്ഞു കയറിയിരിക്കുന്നത്. നിയന്ത്രണം വിട്ട ലോറി ഏത് തരത്തിലാണ് നിയന്ത്രണം വിട്ടത് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനമായ മൊഴിയിലൂടെ പുറത്തു വരാനുള്ളത്. എന്തായാലും ഈ വലിയ സംഭവത്തിൽ 4 പെൺകുട്ടികൾക്ക് ദാരുണ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. കരിമ്പ സ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ഇതിൽ മരിച്ച 2 പേർ സഹോദരിമാരാണോ എന്ന സംശയവും ഇപ്പോൾ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വർഷ.